ഞാൻ പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അതിനുള്ള കഴിവും അറിവും. ഈ ഫിലിം മേക്കിംഗ് മേഖലയിൽ എൻ്റെ അനുഭവം അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരു പാട്ട് പാടുന്ന പോലെ അല്ല. ഇപ്പം നമുക്കൊരു പാട്ടുകാരനാവണം, നമുക്ക് അതിനകത്തൊരു റിയൽ ടാലൻറ്റ് അല്ലെങ്കിൽ ഒരു വാസന, ജന്മസിദ്ധി ഇല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും എത്ര പരിശ്രമിച്ചാലും നമുക്ക് നല്ലൊരു പാട്ടുകാരനാവാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഫിലിം മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് ജന്മസിദ്ധി എന്തോരം ഉണ്ട് എന്നുള്ളതിനേക്കാളും പ്രധാനമായിട്ട് നമ്മളത് എന്തോരം പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മളത് എന്തോരം അറിയാൻ ശ്രമിക്കുന്നു, അതിനനുസരിച്ച് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ബോഡി ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ഡെവലപ്പ് ആവണ പോലെ നമ്മളുടെ അറിവ് നമ്മുടെ സ്കില്ലുകളെ ഡെവലപ്പ് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പോൾ ഇതിൻ്റെ കൂടാതെ ഞാൻ കൂട്ടിച്ചേർത്തന്നേ ഉള്ളൂ. ഈ ഒറിജിനൽ വോയിസ് നേരിട്ട് പ്രേക്ഷകൻ്റെ മുമ്പിൽ അങ്ങ് പ്രസൻറ്റ് ചെയ്യാതെ അത് കുറച്ച് ഇൻ്റലക്ച്വലായിട്ട്, കുറച്ച് കണ്ണിങ് ആയിട്ട് അവനെ വേറൊരു സ്പേസിലേക്ക് എത്തിക്കുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്താലാണ് അത് പ്രേക്ഷകൻ ഇഷ്ടപ്പെടാനും സ്വീകരിക്കാനും സാധ്യതയുള്ളൂ. ഇങ്ങനെ ഒരു സ്വീകാര്യത ലഭിക്കുവാനായിട്ട് തൻ്റെ സിനിമകളിൽ ക്രിസ്റ്റഫർ നോളൻ ചെയ്യുന്ന ട്രിക്കാണ് ഒരു പുതിയ ലോകം തൻ്റെ സിനിമകൾക്ക് വേണ്ടി സൃഷ്ടിക്കുക. പുതിയ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് അവതാർ ഒരു പുതിയ ലോകം സൃഷ്ടിച്ചതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. ജുറാസിക് സീരീസ് സിനിമകൾ പുതിയ ലോകം സൃഷ്ടിച്ചതായിട്ട് പറഞ്ഞു. അതുപോലെ പുതിയ ലോകം സൃഷ്ടിച്ച ഒരു സിനിമയാണ് ടൈറ്റാനിക്. നമുക്കാർക്കും പരിചിതമല്ലാത്ത ആ ലക്ഷറീസ് കപ്പലിൻ്റെ ഉൾവശം. ഇതുപോലെ നോളൻ സിനിമകളിൽ ക്രിസ്റ്റഫർ നോളൻ പുതിയൊരു ലോകം സൃഷ്ടിക്കുകയാണ് ഇൻ്റലക്ച്വലായിട്ട്. ക്രിസ്റ്റഫർ നോളൻ്റേതായിട്ടുള്ള ഒരു പുതിയ ലോകം അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളിലും അദ്ദേഹം സൃഷ്ടിക്കുമ്പോഴും ആ ലോകത്തിന് വേണ്ട നിയമങ്ങളും ക്രിസ്റ്റഫർ നോളൻ ഒപ്പം സൃഷ്ടിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന് ചില നിയമങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിലെ നിയമങ്ങൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തിലെ നിയമങ്ങൾ, രാജ്യത്തെ സ്റ്റേറ്റിലെ നിയമങ്ങൾ എല്ലാം ഉണ്ട്. ഇതുപോലെ പുതിയതായിട്ട് നമ്മൾ സിനിമയിൽ ഒരു ലോകം സൃഷ്ടിക്കുമ്പോൾ ആ ലോകത്തിനകത്തും കഥ മുന്നോട്ട് പോകുവാൻ, കഥ എന്ന് പറയുമ്പോൾ ജീവിതം മുന്നോട്ട് പോകുവാനായിട്ടുള്ള ചില നിയമങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം. ഈ നിയമങ്ങളുടെ ചട്ടക്കൂടുകൾക്കുള്ളിലായിരിക്കും അതിലെ കഥാപാത്രങ്ങൾ സഞ്ചരിക്കുക. ഈ മൊമെൻ്റോ എന്ന സിനിമയിലെ വ്യത്യസ്തമായ ലോകത്തിന് വേണ്ടി നോളൻ സൃഷ്ടിച്ച നിയമങ്ങൾ എന്തൊക്കെയാണ്?